ഡാവിഞ്ചി റിസോൾവ് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ പേജ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പലരും ഇപ്പോഴും അത് യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണ യൂസ് ചെയ്ത് നോക്കുക, പിന്നെ നിങ്ങൾ എപ്പോഴും ഇത് ഉപയോഗിക്കും. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് കളർ ഗ്രേഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസ് എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നിങ്ങളുടെ ഡാവിഞ്ചി റിസോൾവിൽ ഈ ഒരു പേജ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെർഷൻ ഡൗൺലോഡ് ചെയ്യുക. ഫ്രീ വെർഷനിലും ഈ ഒരു ഫോട്ടോ പേജ് അവൈലബിൾ ആണ് കേട്ടോ. ഫോട്ടോ പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഇമേജ് എല്ലാം കൊണ്ട് വലിച്ചുകൊണ്ട് ഇടേണ്ട സ്ഥലം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിലും മീഡിയ പോളില്ലേ അതുപോലെ ഇവിടെയും മീഡിയ പോളുണ്ട്. ഇവിടെ നമ്മൾ ഫോട്ടോസ് വലിച്ചുകൊണ്ട് വന്ന് ഇടണം. ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഫോട്ടോസ് എല്ലാം കൂടി വലിച്ചുകൊണ്ട് വന്ന് ഡാവിഞ്ചി റിസോൾവിൽ ഇവിടെ ആയിട്ട് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്യേണ്ട ഫോട്ടോസ് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോസ് ഏതാണോ ആ ഫോട്ടോ ഇവിടെ നിന്ന് വലിച്ചുകൊണ്ട് വന്ന് നമ്മൾ ടൈം ലൈനിൽ ഇടത്തില്ലേ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ ഈ ഒരു ഭാഗത്ത് ഡ്രോപ്പ് ചെയ്യുക. അതായത് ക്രിയേറ്റ് ആൻ ആൽബം എന്നിരിക്കുന്നുണ്ടോ, ഈ ഒരു ഭാഗത്ത് ഡ്രോപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ വലിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഡ്രോപ്പ് ചെയ്യണേ. കേട്ടോ, ആ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ സൂം ചെയ്യാനും അതുപോലെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണും. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് കാണും. ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ സിമ്പിളായിട്ട് നോക്കിയാൽ മതി. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന സമയം വെറുതെ പോകും. ഇത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി കേട്ടോ. ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഓട്ടോ ബാലൻസ് ചെയ്യാം. വൈറ്റ് ബാലൻസ്, ഓട്ടോ വൈറ്റ് ബാലൻസ് ചെയ്യാം. അതുപോലെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടിൻറ്റ്, അതുപോലെ നമുക്ക് നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെറ്റിങ്സ് ഇവിടെ നമുക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. കളർ പേജിലോട്ട് പോവാതെ തന്നെ ഇവിടെ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ലിഫ്റ്റ് ഉണ്ട്, ഗാമയുണ്ട്, ഗെയിൻ ഉണ്ട്, കോൺട്രാസ്റ്റ് ഉണ്ട്, പിവറ്റും ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ ചെയ്യാം. കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകണമെന്നറിയാലോ? കളർ പേജിലോട്ട് പോവുക. ഈ ഫോട്ടോ ഇവിടെ വലിച്ചിട്ടതിന് ശേഷം നിങ്ങൾ നേരെ കളർ പേജിലോട്ട് പോവുക. കളർ പേജിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നമുക്കിവിടെ ലറ്റ്സ് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോയിൽ കളർ ഗ്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ ലറ്റ്സ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതിൽ നമുക്ക് ലറ്റ്സുകൾ ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ ലറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ പോവുക. അതിനകത്ത് പോയി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ലറ്റ്സുകളും പ്രീസെറ്റുകളൊക്കെ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ലറ്റ്സ് നമുക്കിവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തുനിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ലറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. തൽക്കാലം നമുക്ക് ഈ ഒരു ലറ്റ് എടുക്കാം. എന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, അപ്ലൈ ലറ്റ് ടു കറണ്ട് നോഡ്. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? സൂം ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ കളർ സ്ലൈസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്കിൻ ഉണ്ടാവും. അതിൽ നമുക്ക് ഈ ഒരു ഹ്യൂ പതുക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ശകലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ അതിൻ്റെ സാച്ചുറേഷൻ ഒന്ന് പതുക്കെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, സ്കിൻ ടോൺ അഡ്ജസ്റ്റ് ചെയ്തു, കണ്ടോ? ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് കളർ പേജിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ എഡിറ്റിങ്ങും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. ഒരു പ്രശ്നവുമില്ല. ഞാനിവിടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഹൈലൈറ്റ് ഉണ്ടാവും. പ്രൈമറി കളർ വീൽസിലൂടെ ഹൈലൈറ്റ് കട്ട് ചെയ്യാം. വേണമെങ്കിൽ HDR കളർ വീൽസ് ഉപയോഗിക്കാം. അങ്ങനെ സർവ്വതും ഞാൻ ഇവിടെ കളർ എഡിറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ നീണ്ടു പോകും കേട്ടോ. അപ്പോൾ കളർ പേജിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിവിടെ ചെയ്യുക. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന എല്ലാ പരിപാടികളും ഇവിടെ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഫോട്ടോ പേജിലേക്ക് വരിക. ഫോട്ടോ പേജിൽ വന്നു കഴിഞ്ഞാൽ ഇത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഇവിടെ മുകളിലായിട്ട് ക്വിക്ക് എക്സ്പോർട്ട് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ JPG, PNG അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ JPG തിരഞ്ഞെടുക്കുക. എന്നിട്ട് ക്വാളിറ്റി ഇവിടെ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ കുറഞ്ഞായിരിക്കും കിടക്കുന്നത്, ഒരു 70-80 ഒക്കെ ആയിരിക്കും. അത് 100 ആക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ റെസൊല്യൂഷൻ ഉണ്ടാവും. അത് 72 ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ കാണിക്കുന്നതെങ്കിൽ അത് 300 ആക്കുക. അതായത് പ്രിൻറ്റിങ്ങിന് വേണ്ടിയാണെങ്കിൽ 300 ആക്കുക. നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇടാനാണെങ്കിൽ 72 100 ഒക്കെ ധാരാളമാണ്, വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് പ്രിൻറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്, ആൽബം ചെയ്യാനൊക്കെ ആണെങ്കിൽ റെസൊല്യൂഷൻ 300 തന്നെ ഇടുക കേട്ടോ. അതിനുശേഷം ജസ്റ്റ് ഇവിടെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു ഫോൾഡർ ഒന്ന് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം സെലക്ട് ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും അത് എക്സ്പോർട്ട് ആവും. കണ്ടോ, എക്സ്പോർട്ടായി. ഇനി നമ്മൾ സേവ് ചെയ്ത ഫോൾഡറിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ ഫോട്ടോ. ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു സംശയം വരും. എന്താണ്? ക്വാളിറ്റി എന്തെങ്കിലും പ്രശ്നം കാണുമോ? അതായത് അതിലിട്ട് കളർ ചെയ്തതല്ലേ, ചിലപ്പോൾ ക്വാളിറ്റി നല്ല വ്യത്യാസം വന്നാലോ? ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം വരില്ല. നിങ്ങളുടെ ഇമേജിന് എത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നോ അതേ ക്വാളിറ്റി കണ്ടോ ഇതിനകത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി ഇഷ്യൂ ഇവിടെ വരുന്നില്ല. ഇനി നമുക്ക് ഒരുപാട് ഫോട്ടോസ് ഒരുമിച്ച് കളർ ഗ്രേഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കിയാലോ? അതിനായിട്ട് വീണ്ടും ഫോട്ടോ പേജിൽ വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഫോട്ടോസും നമ്മൾ വലിച്ചുകൊണ്ട് വന്ന് ഈ ഒരു ടൈം ലൈനിലേക്ക് വിടുക. ഇവിടെ
അതിനുശേഷം വീണ്ടും കളർ പേജിലോട്ട് പോവുക. കളർ പേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് ഫോട്ടോ ആൽബം എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടൈം ലൈനിൽ വലിച്ചിട്ട എല്ലാ ഫോട്ടോസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഈ കിടക്കുന്ന ബാക്കി എല്ലാ ഫോട്ടോസും സെലക്ട് ചെയ്യുക. അതിനായിട്ട് ഇങ്ങ് അറ്റത്ത് വന്ന് ഈ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് ഈ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒന്ന് സെലക്ട് ആവും. അതിനുശേഷം നമ്മൾ കളർ ഗ്രേഡ് ചെയ്ത ഫോട്ടോ ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്. അതിൽ നമ്മൾ മൗസ് പോയിൻറ്റിൻ്റെ സെൻറ്റർ ബട്ടൺ ആ ഒരു ഫോട്ടോയുടെ തംബ്നെയിലിൽ കൊണ്ട് വെച്ചതിന് ശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഫോട്ടോസിലും നമ്മൾ ഈ ഒരു ഫോട്ടോയിൽ ചെയ്ത അതേ കളർ അപ്ലൈ ആവും. കണ്ടോ, അപ്ലൈ ആയിട്ടുണ്ട്. കണ്ടോ, ഞാൻ സൂം ഔട്ട് ചെയ്ത് തരാം. ഇസെറ്റ് അടിച്ചാൽ മതി. കണ്ടോ, ഇതിപ്പോൾ ഇതിൽ ചെയ്ത കളർ ഗ്രേഡ് അപ്ലൈ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. നമുക്കിതിൽ വേറെ കളർ ഗ്രേഡ് വേണമെങ്കിൽ ഇവിടെ നിന്ന് ആഡ് ചെയ്യാം കേട്ടോ. നമുക്കിതിൽ വേണമെങ്കിൽ ഇപ്പം ഇതിൻ്റെ ഹൈലൈറ്റ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. HDR കളർ വീൽസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമുക്ക് ഹൈലൈറ്റ് ഉണ്ടാവും. ഹൈലൈറ്റ് ഒന്ന് കട്ട് ചെയ്യാം. ലൈറ്റും ഷാലും ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഇവിടെ സ്കിൻ ടോൺ ഇച്ചിരി റെഡ് ആയിട്ടുണ്ട്. അത് നമുക്കിവിടെ കുറച്ച് യെല്ലോ ആക്കിയിട്ട് നമുക്കിവിടെ അതിൻ്റെ സാച്ചുറേഷൻ കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്യാം. റെഡ് വേണമെങ്കിൽ ശകലം ഒന്ന് നമുക്ക് ഡിം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ആക്കി. ഇനി നമുക്ക് ഈ സ്കൈ വേണമെങ്കിൽ കളർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ സൈൻ കളറുണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ഉണ്ടാവും. ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. ഉണ്ടോ, സൈൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഫൈൻ. കണ്ടോ, ഇങ്ങനെ ഓരോ ഫോട്ടോസും നിങ്ങൾക്ക് ഇവിടെ കളർ ഗ്രേഡ് ചെയ്യാം. ഡാവിഞ്ചി റിസോൾവിൽ ഏതെങ്കിലും വീഡിയോ കളർ ഗ്രേഡ് ചെയ്യുന്ന ട്യൂട്ടോറിയൽ കണ്ടാലും മതി കേട്ടോ. നമ്മളുടെ ചാനലിൽ ഒരുപാട് വീഡിയോ കളർ ഗ്രേഡ് ചെയ്യുന്നതുണ്ട്. അത് ഏതെങ്കിലും കണ്ടാലും നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഫോട്ടോ കളർ ഗ്രേഡ് ചെയ്യാമെന്നുള്ളൂ കേട്ടോ. ഒരുമിച്ച് എല്ലാ ഫോട്ടോസും കളർ ഗ്രേഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഫോട്ടോ പേജിലേക്ക് വരിക. ഫോട്ടോ പേജിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ക്വിക്ക് എക്സ്പോർട്ട് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് JPG സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്വാളിറ്റി 100 ആക്കുക. എന്നിട്ട് റെസൊല്യൂഷൻ 300 ആക്കുക. എന്നിട്ട് ജസ്റ്റ് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു ഫോൾഡർ കാണിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെലക്ട് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, നമ്മൾ എക്സ്പോർട്ട് ചെയ്തായിരുന്നു, അത് അവിടെ സേവ് ചെയ്തിട്ടിട്ടുണ്ട്. അതേ ഫയൽ നെയിം ഇതിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ജസ്റ്റ് ഓവർ റൈറ്റ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മൾ ഫോൾഡർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ ജസ്റ്റ് ഓവർ റൈറ്റ് ക്ലിക്ക് ചെയ്യണേ. ഓക്കെ, കണ്ടോ, ഈ കിടക്കുന്ന 5 ഫോട്ടോസും എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൾഡറിലോട്ട് പോയി നോക്കാം. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത സാധനത്തെ ഇവിടെ കിടപ്പുണ്ട്. കണ്ടോ, ആ 5 എണ്ണം ഇവിടെ വന്നിട്ടുണ്ടാവും. കണ്ടോ, ക്വാളിറ്റിയിലൊന്നും ഒരു പ്രശ്നം വരില്ല കേട്ടോ. നിങ്ങളുടെ ഫോട്ടോ എത്രമാത്രം ക്വാളിറ്റി ഉണ്ടോ അത്രയും ക്വാളിറ്റി തന്നെ ഇത് എക്സ്പോർട്ട് ആവും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡാവിഞ്ചി റിസോൾവിൻ്റെ ഫോട്ടോ പേജ് ഉപയോഗിച്ച് ഫോട്ടോസ് എല്ലാം കളർ ഗ്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ കളർ ഗ്രേഡ് ചെയ്യുന്ന കളർ പേജ് ഉപയോഗിച്ചും നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ നല്ല രീതിയിൽ കളർ ഗ്രേഡ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക.